ജൂലൈ 12 ലോക മലാല ദിനം. ആരാണ് മലാല? മലാല യൂസഫ്സായി എന്ന പാകിസ്ഥാനി പെൺകുട്ടിയുടെ ജീവിതം മാറിമറിഞ്ഞത് ഈ ചോദ്യത്തിനു ശേഷമാണ്. അവളുടെ കഥ ലോകമറിഞ്ഞു തുടങ്ങിയതും അതിനുശേഷം. വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ ലോകശ്രദ്ധ നേടിയ മലാല യൂസഫ്സായിയുടെ പിറന്നാളാണ് ഇന്ന്. ലോകമെങ്ങും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ മലാല ദിനം കൂടിയാണ് ഇന്ന്. 2013 ഐക്യരാഷ്ട്ര സംഘടന മലാല ദിനമായി പ്രഖ്യാപിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവുമാണ് മലാല യൂസഫ്സായി. ആരാണ് മലാല എന്ന് ചോദിച്ചുകൊണ്ട് സ്കൂൾ ബസ്സിലേക്ക് ചാടിക്കയറിയ അക്രമി അവളുടെ തലയിലേക്ക് നിറയൊഴിച്ചത് 2012 ഒക്ടോബർ 9 ആരാണ് മലാല എന്നറിയാത്തവർ ഇല്ലെന്നു തന്നെ പറയാം. അതിലും പ്രധാനം, ഞാനാണ് മലാല എന്നുത്തരം പറയുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഉണ്ടായി എന്നതാണ്. അവർ ഉറച്ച സ്വരത്തിൽ ചോദിക്കുന്നു, ഞാനാണ് മലാല. പഠിക്കാനുള്ള എൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? 21-ാം നൂറ്റാണ്ടിനെ ത്രസിപ്പിക്കാൻ പോകുന്ന വലിയൊരു ജനമുന്നേറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് മലാലയെ ചരിത്രം അടയാളപ്പെടുത്തുകയെന്ന് ഉറപ്പ്. താലിബാനും ഇസ്ലാമിനും എതിരെയല്ല, സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള പോരാട്ടത്തിനാണ് മലാലയെ ഉപയോഗപ്പെടുത്തുന്നത്. പട്ടിണിയും സാമൂഹികമായ പിന്നാക്കാവസ്ഥയും തുടച്ചു നീക്കാൻ സ്ത്രീ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്നേ കണ്ടെത്തിയിട്ടുണ്ട്. 10-നും 14-നും ഇടയ്ക്കുള്ള എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക. ഒരു സമൂഹം മാറുന്നത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാമെന്ന് അവർ അടിവരയിട്ട് പറയുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം അവകാശമാക്കി മാറ്റുക മാത്രമാണ് അത് പരിഹരിക്കാനുള്ള ഏക മാർഗമെന്നും മലാലയ്ക്കറിയാം. അതിനായുള്ള പ്രവർത്തനങ്ങൾക്കാകും ഭാവി ജീവിതം മാറ്റിവെക്കുകയെന്ന് മലാല മുൻപേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വഴിയിൽ മലാല അടിപതറാതെ മുന്നോട്ടു നീങ്ങിയാൽ ലോകമെങ്ങുമുള്ള യുവതലമുറ അവൾക്കു പിന്നിൽ അണിനിരക്കുമെന്ന കാര്യം ഉറപ്പ്. മലാലയെക്കുറിച്ചും അവൾ പിന്നിട്ട ദുർഘട സന്ധികളെക്കുറിച്ചും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മനസ്സിലാക്കണം എന്ന താല്പര്യമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 ആക്കണോ അതിലും കുറയ്ക്കണോ എന്ന ചർച്ച തുടരുന്ന നമ്മുടെ നാട്ടിൽ ഇനിയൊരു മലാല ഉയർന്നു വരേണ്ടതുണ്ട്. നന്ദി.